റിപ്പോർട്ടർ ടിവിയുടെ MD ആയിട്ടുള്ള ആൻഡോ അഗസ്റ്റ് MD ആണോ? MD ആണെന്നാണ് പറയുന്നത്. അതായത് ഫേസ്ബുക്ക് പേജിലൊക്കെ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ തലേന്നാണെന്ന് തോന്നുന്നു ഒരു വെല്ലുവിളി നടത്തി 6 ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് തെളിയിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് വെല്ലുവിളി നടത്തി. സമൂഹത്തിൻ്റെ മനസാക്ഷിയുടെ മുന്നിലേക്കായിരിക്കും അദ്ദേഹം ചോദ്യം ഇറങ്ങി കൊടുത്തത്. മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക്, മാധ്യമങ്ങൾക്ക് മുന്നിലേക്കാണ്. മാധ്യമങ്ങൾ സഹമാധ്യമങ്ങൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ട്. പക്ഷേ നമുക്ക് അന്ന് ഈ 2 ദിവസം അവധിയായത് കാരണം നമുക്ക് ഈ വിഷയത്തിൽ കാര്യമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയ രസകരമായിട്ട് ഈ ചോദ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പറയേണ്ടത് ആരാന്നറിയോ? അദ്ദേഹം തന്നെയാണ്. അതായത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഉത്തരങ്ങൾ, അതായത് ഈ കേരളീയ സമൂഹത്തിന് മുന്നിൽ ഇയാൾ പറയേണ്ട കാര്യങ്ങൾ ഇയാളൊരു ചോദ്യമായിട്ട് ജനത്തിൻ്റെ മുമ്പിലോട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം. ഞാൻ അത് കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അതിന് തെളിവ് തരാമോ എന്ന് ചോദിക്കുന്നത്. ഈ തെളിവ് ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ഇയാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇയാളോട് പുറത്തു വിടാൻ പറഞ്ഞാൽ അയാൾ വിടുവോ? അത് വിടത്തില്ല. അതെന്താ? ഞാൻ അന്താരാഷ്ട്ര കോടതി അന്താരാഷ്ട്ര കോടതിയിൽ കൊടുത്തിരിക്കുന്നതാണ് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ എങ്ങനെ ഇങ്ങനെ ഉളുപ്പില്ലാതെ വന്നു നിന്ന് ഇയാൾക്ക് ന്യായീകരിക്കാൻ പറ്റും? ഇത്രയും വലിയ ഒരു അഴിമതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അഴിമതി, ഒരു സാമ്പത്തിക ക്രമക്കേട്, അതിനെ ന്യായീകരിക്കാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കും? അതായത് ഒരു സർക്കാരിൻ്റെ നയപരമായ തീരുമാനമില്ലാത്ത ഒരു കാര്യം, ആ കാര്യത്തിൽ ഇയാൾ ഒരു വിദേശ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുന്നു, അവർക്ക് പണം അയച്ചു കൊടുത്തതായിട്ട് പറയുന്നു. ആ പണം എവിടെ എന്നതിനെക്കുറിച്ച്, അയച്ചു കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ചുള്ള രേഖ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അയാളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അല്ലേ? നമ്മളോട് ചോദിക്കുകയാണ് എവിടെ നിങ്ങൾ ആ രേഖയൊന്ന് കാണിക്കാമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആ രേഖയും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു വിടും. നിങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളിത് പുറത്തു വിടണം. തേന്മാനും കമ്പത്തിലെ പപ്പുവിന്റെ പ്രശസ്തമായ ഡയലോഗാണ്, താൻ ആരാണെന്ന് ഞാൻ ആരാണെന്ന് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. തനിക്കറിയാമേ, അത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ പറയുന്നത് ഒരു നാടിന് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചതാണ്, അല്ലെ റിപ്പോർട്ടർ TV സമീപിച്ച ആരാണ്? അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്നാണ് ഇയാൾ അവസാനം പറഞ്ഞത്. പിണറായി പറഞ്ഞു. അതെ, പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് എന്ന് പറയും. അപ്പോൾ പക്ഷേ ഈ നാട്ടിൽ ചില നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമുണ്ട്. ഈ റിപ്പോർട്ടർ ചാനൽ കാശ് മുടക്കുന്ന ഒരു പരിപാടി സർക്കാരിന് 5 പൈസ നഷ്ടമില്ല, പിന്നെ എന്തിനാണ് ഈ ബഹളം വെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഈ പരിപാടിയുടെ, അതായത് ഈ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറയുന്ന ഈ തട്ടിക്കൂട്ട് പരിപാടി, അല്ലെ തട്ടിപ്പ് പരിപാടിയിൽ എന്താണ് ട്രീ കട്ടർമാരുടെ റോൾ? സ്പോൺസർമാരെന്നാണ് വെപ്പ്. അവർ സ്പോൺസർമാരാണെങ്കിൽ ഈ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഈ പരിപാടിയുടെ സംഘാടകരാരാണ്? ഈ പരിപാടിയുടെ, അതാണ് പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യം. പരിപാടിയുടെ സംഘാടകരാരാണ്? ഇപ്പം നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം ഈ പരിപാടിയുടെ സ്പോൺസറും സംഘാടകരും എല്ലാം ഒരാൾ തന്നെ, റിപ്പോർട്ടർ ചാനലാണ്. ആരാണ് നിങ്ങളെ സംഘാടനം ഏൽപ്പിച്ചത്? അത് പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. എവിടെ സർക്കാരിൻ്റെ തീരുമാനം? എവിടെ സർക്കാരിൻ്റെ അനുമതി? എവിടെ അനുമതി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളും സർക്കാരുമായിട്ടുള്ള കരാർ എവിടെ? ധാരണാപത്രം എവിടെ? അതെവിടെ? അത് മാത്രമല്ല, ഇത്രയും വലിയൊരു പ്രോജക്റ്റ്, അത് 400 കോടി രൂപയുടെ പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് നടക്കുമ്പോൾ സ്പോൺസർമാരെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യപത്രം ക്ഷണിച്ചിട്ടാണ് സ്പോൺസർമാരെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ അതിന് ധാരണാപത്രം ക്ഷണിച്ചുകൊണ്ട് സർക്കാരിട്ട ഉത്തരവ് എവിടെ? അങ്ങനെ ഉത്തരവ് ഇല്ല. അപ്പോൾ പിന്നെ ഇവരെയാണ് എത്ര രൂപയ്ക്കാണ് നിങ്ങളിത് സ്പോൺസർ ചെയ്തത്? ഈ പരിപാടിക്ക് മൊത്തം എത്ര രൂപ ചിലവാകും? അതിൽ എത്ര രൂപ നിങ്ങൾ സ്പോൺസർ ചെയ്യും? ഇനി ഈ പരിപാടിയിൽ സർക്കാരാണ് സംഘാടകർ, സ്പോൺസറിന് വേറെ വരുമാനമൊന്നുമില്ല. സ്പോൺസറിൻ്റെ വരുമാനം എന്താണ്? ആ സ്ഥലത്ത് കൊണ്ടുവന്ന് അവരുടെ പരസ്യം വയ്ക്കാം, അവർ പിന്നെ ലോഗോ വേണമെങ്കിൽ അവിടെ ഇവിടെ വയ്ക്കാം. അത് ഈ കളിക്കാരുടെ ദേഹത്തൊന്നും പറ്റത്തില്ല, അല്ലാതെ കൊണ്ടുവയ്ക്കാം എന്നുള്ളത് മാത്രമാണ് അവർക്ക് ചെയ്യാവുന്ന കാര്യം. പിന്നെ ഈ പരിപാടിയുടെ സ്പോൺസറായിട്ട് ഇവർ പോകുന്ന വഴി, ഇവർ പറയുന്ന റോഡിലെല്ലാം ആളെ ഇറക്കി നിർത്തും, അവിടെയൊക്കെ കൊണ്ട് ഈ ബോർഡ് വെക്കാം എന്നുള്ളത് മാത്രമേ ഇവർക്കുള്ളൂ. ആത്യന്തികമായ ചോദ്യം, മെസ്സിക്ക് ഇതുവല്ലോ അറിയാമോ എന്നുള്ള. അപ്പോൾ സർക്കാരിന് എന്താണ് ഇതിൻ്റെ വരുമാനം? ആർക്കാണ് വരുമാനം? സർക്കാരിനാണ്. സർക്കാർ തീരുമാനിക്കും. അപ്പോൾ ഈ സർക്കാർ അറിയാതെ എങ്ങനെയാണ് ഇവർ 70% വരുമാനം ട്രീ കട്ടർ മുതലാളിമാർക്കും
30% അർജന്റീനൻ ടീമിനുമാണെന്നും പറഞ്ഞാണ് ഇവരുടെ കരാർ. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് പിന്നെ എങ്ങനെ ഉണ്ടാവുന്നു? പിന്നെ ഈ പറയുന്ന വിദേശത്തേക്ക് ഒരു ഏജൻസിയിലിട്ടാണ് ഇവർ പണം അയച്ചത്. ആ ഏജൻസി ആരാണ്? ആ ഏജൻസിയും ഈ പറയുന്ന AFAയുമായിട്ട് കരാറുണ്ടോ? അവർ തമ്മിലുള്ള ബന്ധം ആധികാരികമായി അവരെ പിന്നെ എന്താണ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. പിന്നെ ഇവർ പുറത്ത് വെച്ച് പറയുന്ന ഷറഫ് അലി എന്ന് പറയുന്ന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒപ്പിട്ട കരാർ, ഈ കരാറിനകത്ത് ഇതൊക്കെ പറയുന്നുണ്ടാകും. ഓക്കെ, എല്ലാം ആയിക്കോട്ടെ, ആരാണ് ഈ പരിപാടിയുടെ സംഘാടകർ എന്നുള്ളതാണ് ഇതിനകത്ത് യഥാർത്ഥ ചോദ്യം. സർക്കാരാണെങ്കിൽ സർക്കാർ കൊടുക്കേണ്ടത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിട്ടാണ് ഇതിന് കൊടുക്കേണ്ടത്. സ്റ്റേഡിയം നവീകരണത്തിനാണെങ്കിൽ കരാറാണ് കൊടുക്കേണ്ടത്. ആ കരാറിനും 5 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ ടെൻഡർ വിളിക്കണം. ആ കരാറേറ്റ് നടത്താൻ ഇവർക്ക് പറ്റത്തില്ല. ഏതായാലും പുതിയ സ്പോർട്സ് മന്ത്രി വന്നതിന് ശേഷം നോക്കുമ്പോൾ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫയലോ ഒന്നും കാണാൻ, അല്ലെ കരാറേറ്റെടുത്ത് നടത്താൻ ഇവർക്ക് പറ്റത്തില്ല. എന്താണെന്നറിയാമോ? ഇവരൊരു നിർമ്മാണ കമ്പനിയല്ല. ഇവര് കരാർ എടുക്കാൻ ഈ സ്റ്റേഡിയം കരാർ എടുക്കണമെങ്കിൽ അതൊരു നിർമ്മാണ കമ്പനിയാണ്. ഇവന്റ് മാനേജ്മെന്റ് ആണോ? ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുതകൾക്ക് മറുപടി കൊടുക്കാതെ ഇയാൾ ഇവിടെ നിന്ന് 5 ചോദ്യം അങ്ങ് ചോദിച്ചിരിക്കുകയാണ്. ഈ 5 ചോദ്യം ആയിരിക്കണം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി RBCക്ക് കരാർ ഇല്ല എന്ന് തെളിയിക്കാനാകുമോ? ഉണ്ടായിക്കോട്ടെ, ആ കരാറിന് ഒരു കീറക്കടലാസിന്റെ വില പോലും ഇല്ല. കാരണം സർക്കാർ അംഗീകൃത കടലാസ് അല്ലത്. നിങ്ങളവിടെ പോയി ഒപ്പിട്ടു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളില്ലാന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞോ അർജന്റീനയായിട്ട് കരാറില്ലെന്ന്? നിങ്ങളല്ലേ കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞേ. അങ്ങോട്ട് എടുത്ത് കാണിക്കണ്ണാന്ന് മൊട്ട പറഞ്ഞപ്പോൾ നിങ്ങളല്ലേ അയ്യോ ഇത് അരുൺ സാർ ഇത് അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഇതാരാണ് കാണിക്കേണ്ടത്? ഈ കരാറ് കാണിക്കേണ്ടത് നിങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ എന്ത് ഉടായ്പ ചോദ്യമാണ് ഈ നിങ്ങൾ ചോദിച്ചുകൊണ്ട്? എനിക്ക് തോന്നുന്നു AFAയ്ക്ക് പണം നൽകിയത് അനുമതി ഇല്ലാതെയാണ് എന്ന് വാർത്ത നൽകിയത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ്? അനുമതിയോടുകൂടി നിങ്ങൾ പണം അയച്ചതിൻ്റെ രസീത് കൊണ്ടുവരും, അത് കാണിക്കും. അതുവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ അനുമതി ഇല്ലാതെയാണ് പണം അയച്ചത്. നിങ്ങൾ അനുമതി കൊടുത്തതിൻ്റെ രസീത് കൊണ്ടുവരും. അപ്പോൾ നമുക്കറിയാം നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ അനുമതി മേടിച്ചിട്ടാണ് അയച്ചതെന്ന് പറയുന്നു. എങ്ങനെ സംസ്ഥാന സർക്കാരിന് റോളില്ലാത്ത ഒരു പരിപാടിയിൽ എങ്ങനെ നിങ്ങൾ റിസർവ് ബാങ്കിന്റെ അനുവാദം മേടിച്ചു? അപ്പോൾ നിങ്ങൾ റിസർവ് കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ള വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പരിപാടി എന്നുള്ള നിലയിൽ നിങ്ങൾ അനുവാദം ചോദിച്ചത് മേടിക്കുന്നു. പിന്നെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ആരോപണം എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ? കള്ളപ്പണം വെളുപ്പിച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല. ED അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അവർ കണ്ടുപിടിക്കും. അവർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ പറയാം എന്താണെന്നുള്ളത് അന്നേരം പറയാം. പിന്നത്തെ ചോദ്യം, പണം അയച്ചതിന് കേന്ദ്ര അനുമതി ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാമോ? പിന്നെ AFAയിൽ നിന്നും 55 കോടി രൂപ RBCക്ക് തിരികെ കിട്ടിയെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ ഈ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതിലാണ് നമ്മൾ. അതാണ് ഇപ്പോൾ സംശയം. ഇത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടത്തുള്ളൂ. നിങ്ങളിത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാത്ത പൈസ തിരിച്ചു തരുമെന്ന് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ പണം ആരുടെ ആയിരുന്നു? അതിന്റെ നിങ്ങളുടെ സോഴ്സ് എവിടെയാണ്? ഇതിന്റെ സോഴ്സ് എവിടെയാണ്? നിങ്ങളുടെ കമ്പനി നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇത്രയും വലിയ തുകയ്ക്ക് നിങ്ങളുടെ സോഴ്സ് ആരാണ്? നിങ്ങളുടെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ പണം കൈമാറിയത്? ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾക്ക് ഇത്രയും കോടി രൂപ ഉണ്ടായിരുന്നത്, ഇത്ര കോടി ഡോളർ ഉണ്ടായിരുന്നത്? ഏത് അക്കൗണ്ടിലാണ്? അത് ആദ്യം നിങ്ങൾ പറയൂ. പിന്നെ ഈ ആശയം സർക്കാർ വെച്ച് ഗോട്ട് ആഡ് എന്ന ഏജൻസിയുമായി RBCക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഈ ആശയം മുന്നോട്ട് അവർ വെച്ചെങ്കിൽ അവരെ നിങ്ങൾ അറിയത്തേ ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അഡ്രസ്സ് വന്നത്? അതെ, നിങ്ങളുടെ അഡ്രസ്സ് എങ്ങനെ വന്നു? അതിന് ഗോട്ട് ആഡുകാർ രണ്ടിന്റെ അഡ്രസ്സ് വന്നു. ഈ ഗോട്ടിന്റെ ഏജൻസിയുടെ അഡ്രസ്സ് വന്നു, റിപ്പോർട്ടറിന്റെ അഡ്രസ്സ്. ഈ ഗോട്ട് ഷെൽ കമ്പനിയാണെന്നാണ് റിപ്പോർട്ടറിന്റെ ഷെൽ കമ്പനിയാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഗോട്ട് എന്തോ ആയിക്കോട്ടെ, ഗോട്ട് ആശയം മുന്നോട്ട് വെച്ചവരായിരിക്കാം, അവരതിനു വേണ്ടി മുന്നോട്ട്. എനിക്ക് തോന്നുന്നത് ഈ ഷെൽ കമ്പനികൾ രൂപീകരിക്കാൻ വേണ്ടി തായ്ക്കണ്ടി സ്റ്റൈലിലുള്ള പരിപാടികളായിരിക്കും. അതെ, തായ്ക്കണ്ടിക്ക് ഉണ്ടായിരുന്നല്ലോ കുറേ ഷെൽ കമ്പനികൾ. അപ്പോൾ ഈ ഇതിനകത്ത് യഥാർത്ഥ സംഭവം എന്താണ്? ഇങ്ങനൊരു പരിപാടി ഇവിടെ നടത്താൻ കേരള സർക്കാരിനെ കഴിയുകയുള്ളൂ. ആ സർക്കാർ നടത്തുന്ന പരിപാടിക്ക് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തുക മുടക്കാം. നിങ്ങൾക്ക് അതിന് പ്രതിഫലമായിട്ട് കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൻ്റെ പരസ്യം കൊടുക്കാം, നിങ്ങളുടെ പേരിൽ വരും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മെസ്സി സന്ദർശനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൊടുക്കാം. സർക്കാരാണ് നടത്തുന്നതെങ്കിൽ ടെൻഡർ വിളിച്ച് മാത്രമേ ചെയ്യാൻ പറ്റൂ. സർക്കാർ ഇത് നടത്തുന്നുള്ളൂ. പിന്നെ സ്പോൺസർക്ക് പിന്നെ ഇത്രയും വലിയൊരു പരിപാടി ആകുമ്പോൾ സ്പോൺസർമാർ ഇടിച്ചു നിൽക്കും. പിന്നെ അതിനകത്ത് എത്ര സ്പോൺസർമാർ വേണം? ഒരാൾ മാത്രമാണോ സ്പോൺസർ? അല്ല, ഒരുപാട് സ്പോൺസർമാർ വരും. ഇപ്പോൾ ഒരു
ടാറ്റ IPL മെയിൻ സ്പോൺസറാണ് ടാറ്റ. അത് ബാക്കി ബാക്കി ചെറുകിട സ്പോൺസേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഇതിനകത്ത് സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിൻ സ്പോൺസർമാരാകുന്നതേ ഉള്ളൂ. നിങ്ങളെപ്പോലെ നിരവധി പേരെ വേറെയും സ്പോൺസർമാരായിട്ട് ഇതിനകത്ത് ചേർക്കാൻ സാധിക്കും. അങ്ങനെ ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടില്ല. ഇതിൻ്റെ സംഘാടകർ നിങ്ങളാണോ സംസ്ഥാന സർക്കാരാണോ എന്നുള്ളതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നു. സ്റ്റേഡിയം വിട്ട് കിട്ടിയത് എങ്ങനെയാണ്? സ്റ്റേഡിയം നിങ്ങൾക്ക് എങ്ങനെ പണിയാൻ കിട്ടി? നിങ്ങൾ ആ സ്റ്റേഡിയത്തിനകത്ത് എന്തൊക്കെ മാറ്റം പറ്റി? എന്തുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ ലൈറ്റ് വെച്ചവൻ്റെ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല? കോടിക്കണക്കിന് രൂപ, 3.5 കോടി രൂപ അവർക്ക് കൊടുക്കാണ്ട് ഇതൊന്നും കൊടുക്കാൻ സാധിക്കാതെ നിങ്ങൾ ബാലിശമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വാരി വിതറുന്നു. ഇത് കേട്ട് കൈയടിക്കാൻ കുറേ അന്തം കമ്മികൾ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തന്മാർ വന്ന് നിന്ന് നമ്മുടെയൊക്കെ സുഹൃത്തുക്കളുടെ അന്തം കമ്മികൾ ഇയാന്മാർ ഈ മുട്ടിൽ മരമുറി അടക്കം 19 കൊള്ളക്കേസിലെ പ്രതികളാണ് ഇവന്മാർ. അതെല്ലാം വലിയ ശക്തമായ കേസാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം അന്വേഷിച്ചു പോയി. ഇവന്മാരെ ഈ മാംഗോ ഫോണിൻ്റെ അവിടെ അറസ്റ്റ് ചെയ്തിട്ട് അത് അന്വേഷിച്ച് പോയി നമ്മൾ ഞെട്ടിപ്പോയി. വയനാട്ടിൽ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഡീഡ് വെച്ചിട്ട് ടൈറ്റിൽ ഡീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ടൈറ്റിൽ ഡീഡ്സ് വേറൊരിടത്ത് പണയത്തിലിരിക്കുകയാണ്. ഇവന്മാർ ഈ പ്രോപ്പർട്ടി കാണിക്കുന്നു, എന്നിട്ട് കാട്ടുമുക്കിനുള്ള വേറെ ഒരു 20 ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ രേഖകൾ കൊണ്ടുവച്ച് ബാങ്ക് ഓഫ് ബറോഡയെ പറ്റിച്ച കേസിലാണ് ഇവന്മാരെ ഇവർ അറസ്റ്റ് ചെയ്തത്. എല്ലാം മൊത്തത്തിൽ വളരെ രസമാണ്. അതാണ് ഭയങ്കര തട്ടിപ്പിൻ്റെ ഉസ്താദ്മാരാണ്. ഓടി കാർ ഒരെണ്ണം ഇവിടുത്തെ പുതിയ ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് എറണാകുളത്ത്. പിന്നെ ആ ഷോറൂമുകാർ ആ കാർ കണ്ടിട്ടുമില്ല, ആ കാറോട്ട് തിരിച്ചു കൊടുത്തിട്ടുമില്ല, ഇവന്മാരെ അതിൻ്റെ പൈസയും കൊടുത്തിട്ടില്ല. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്തായാലും ചോദ്യങ്ങൾ അത്തരം വലിയ തട്ടിപ്പുകാരാണ്. അവന്മാരെയാണ് സഖാക്കന്മാർ മുഷ്ടി ചുരുട്ടി ലാൽ സലാം സഖാ. അവർക്ക് ഇതാണല്ലോ പരി. കഴിഞ്ഞ 10 വർഷം ഒരു കൊള്ളസംഘാണല്ലോ ഇവൻ ആദ്യം BJPയുടെ കെയർ ഓഫിലാണ് ഇവന്മാർ നിന്നത്. ഈ ആൻഡോ അഗസ്റ്റിനെ വയനാട്ടിൽ മത്സരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ലോകം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാർ അവന്മാർ വന്നിരുന്ന് മെഴുകുകയാണ്. ഇവരുടെ ഏറ്റവും വലിയ ഗുണം ഏത് നുണയും ഏത് പച്ച നുണയും വിശ്വസനീയമായ രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ അതൊരു വളരെ പ്രധാന കഴിവാണ്, പലർക്കുള്ള കഴിവാണത്. അതാണ് സംഭവം.